ഇനി നമ്മൾ പുതിയതായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രോപ്പ് അസിസ്റ്റൻസ്, അതായത് കൃഷിനാശം ഉണ്ടായാലുള്ള നഷ്ടം വളരെ തുച്ഛമായ തുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2.5 ഏക്കർ സ്ഥലം, 1 ഹെക്ടർ സ്ഥലം നെൽകൃഷി നാശം ഉണ്ടായ 13,500 രൂപയാണ്. അങ്ങനെ പലതിനും വളരെ ചെറുതാണ്, കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക ചെറുതാണ്. പക്ഷെ അത് നമ്മൾ 25% വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. 25%. അത് നമ്മൾ തന്നെ, സ്റ്റേറ്റ് തന്നെ കൊടുക്കും 25%. പിന്നെ പുതിയതായിട്ട് ചെയ്യുന്നത് ഇതുവരെ കൊടുക്കാത്തതാണ്. ധാരാളം കടകൾ വെള്ളം കയറി നശിച്ച് അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അങ്ങനെ വെള്ളം കയറി കടകൾ നശിച്ചവർക്ക് ഓരോ കടയ്ക്കും 10,000 രൂപ പ്രത്യേകമായി കൊടുക്കാൻ തീരുമാനം പുതിയതായിട്ട്. ധാരാളം കടകളുണ്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും ബാക്കിയുള്ള സ്ഥലത്തും ഈരാറ്റുപേട്ടയിലും പല സ്ഥലത്തും ഭയങ്കര സങ്കടമാണ്. 2018-ലും 2019-ലും ഒക്കെ വെള്ളം കയറി നശിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഉപജീവന മാർഗമാണ്, സാധാരണക്കാരായ ആളുകളാണ് കൂടുതലുള്ളത്. അതൊരു പുതിയ തീരുമാനമാണ്. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. പുതിയ തീരുമാനം, ഒരു 10,000 രൂപ കൂടി അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ MSMEകൾക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് ഉജ്ജീവന സോഫ്റ്റ് ലോൺ സ്കീം അത് നമ്മൾ നടപ്പാക്കും. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് SMEകൾക്കുണ്ട്, ട്രേഡ് നടത്തുന്നവർക്കുണ്ട്, ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിനുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം സ്റ്റേകൾക്കുണ്ട്, പിന്നെ ഈ പ്രളയം ബാധിച്ച ക്ഷീര കർഷകർക്കുണ്ട്, കിസാൻ കാർഡ് ഹോൾഡേഴ്സിനുണ്ട്, പിന്നെ ഈ പക്ഷികളെ, ഈ താറാവിനെയൊക്കെ വളർത്തുന്ന പോലുള്ള ഇത് വളർത്തുന്നവർക്കുണ്ട്, തേനീച്ച കർഷകർക്കുണ്ട്, ടൂറിസ്റ്റ് വെഹിക്കിളിൻ്റെ ഓണേഴ്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ഓണേഴ്സ് നാശനഷ്ടം ഉണ്ടായാൽ അവർക്കെല്ലാമാണ് ഈ സോഫ്റ്റ് ബാങ്ക് ലോൺസ് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു 12 ലക്ഷം രൂപ വരെ ആണ് ഈ ലോൺ നമ്മൾ ബാങ്കുകളുമായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്കീമാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, 12 ലക്ഷം രൂപ വരെ കൊടുക്കുമ്പോൾ 25% ലോൺ എമൗണ്ടോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ, ഏതാണ് ചെറുത്? 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ 25% ലോൺ എമൗണ്ട്. ഏതാണ് ചെറുതെന്ന് പറഞ്ഞാൽ അത് മാർജിൻ മണിയായിട്ട് ഗവൺമെന്റ് ബാങ്കിലേക്ക് കൊടുക്കും, 3 ലക്ഷം രൂപ. ഇനി ചിലർക്ക് അതല്ല വേണ്ടത്, അവർക്ക് ഓപ്ഷനാണ്. മാർജിൻ മണി വേണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് അവരുടെ ഈ ലോണിന്റെ 9% പലിശ സർക്കാർ ബാങ്കിലേക്ക് നൽകും. അതാണ് ആ സോഫ്റ്റ് ലോൺ സ്കീം എന്ന് പറയുന്നത്. മൂന്നാമത്, ഇതിന്റെ തൊട്ട് മുമ്പ് ലോൺ എടുത്തു, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് കൂടി ഈ 9% ആ പലിശ 5 വർഷത്തേക്ക് കൊടുക്കാൻ. ഇങ്ങനെ ഒരു 3 തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട്, സോഫ്റ്റ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് എഴുതണം. തീരപ്രദേശത്ത് വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പരമാവധി സ്ഥലത്ത് കടൽ ഭിത്തി പണിയാനുള്ള സ്കീമുകളൊക്കെ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് ജിയോ ബാഗുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ് ഈ പുനർഗേഹം പദ്ധതിക്ക് തുച്ഛമായ തുകയാണ് കിട്ടുന്നത്, അവർക്ക് ഭയങ്കര പ്രയാസമാണ്. ആ പദ്ധതി ഒരു പുതിയ പദ്ധതിയായിട്ട് അത് ഉടൻ തന്നെ അത് പ്രഖ്യാപിച്ചു. അവർക്കുള്ള സഹായം, അവരുടെ പരാതികൾ പരിഹരിച്ച്, മത്സ്യത്തൊഴിലാളികളുടെ ആ പദ്ധതിയെക്കുറിച്ചുള്ള പരാതികളെല്ലാം പരിഹരിച്ച് തുക വർദ്ധിപ്പിക്കുന്ന കാര്യം അതിന്റെ പ്രപ്പോസൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ളൊരു പുതിയ പദ്ധതി അവർക്ക് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് പ്രഖ്യാപിക്കും. ഇതാണ് അതെ ഭവന പദ്ധതി. പിന്നെ അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനം നിങ്ങൾക്ക് കിട്ടിക്കാണും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കും, ഓഗസ്റ്റ് 5-6 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. 5-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കാസർഗോഡും. 6-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം. യെല്ലോ അലർട്ട് 5-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറമാണ്. ബാക്കി 6-ാം തീയതി ബാക്കി ജില്ലകളിലും ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വില്ലേജ് ഓഫീസുകളിൽ നിന്ന് കളക്ട് ചെയ്ത് വരുമല്ലോ. കൃഷിനാശത്തിന്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട് അതിന്. ആ നഷ്ടമുണ്ടായിരിക്കുന്ന കടകളുടെ എണ്ണം തരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
നമ്മൾ അതൊന്ന് ഇപ്പൊ വീട്ടിൽ വെള്ളം കയറിയവർക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ 10,000 രൂപയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം ഈ ലോണിന്റെ ഈ സോഫ്റ്റ് ലോൺ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ 10,000 ഉണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം പല പ്രാവശ്യമായിട്ട് ബുദ്ധിമുട്ട് വന്നവരാണ്, ഭയങ്കര പ്രയാസത്തിലാണ്. ചെറിയ കടക്കാർ തൊട്ടുണ്ട് മീഡിയം. ഞാനതാണ് പറയാൻ പോകുന്നത്. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. അതിൽ ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. അതിന്റെ ഭാഗമായിട്ട് ഡാമുകളിലെ മണൽ മാറ്റും. കാരണം ഡാമുകളിൽ നന്നായി മണലും ചെളി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ കുറച്ച് നിരന്തരമായി പെയ്തു കഴിഞ്ഞാൽ ആ ഡാമുകൾ നിറഞ്ഞു കവിയുന്ന സ്ഥിതി വരും. ഇപ്പം മഴ പെയ്യായിരുന്നത് കൊണ്ടാണ് നമ്മളൊരു 50%, 52% ഒക്കെ ആയിട്ട് ഡാമിലെ ജലശേഖരം നിൽക്കുന്നത്. അപ്പോൾ ഡാമിലെ ഡീസിൽറ്റ് ചെയ്യും. അതോടൊപ്പം നദികളിൽ 2018 അടിഞ്ഞിരിക്കുന്ന മണ്ണാണ് ഈ പ്രശ്നം. മണ്ണും ചെളിയുമാണ്. മണ്ണും ചെളിയും വേസ്റ്റും ഒക്കെ കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് പലതരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ മഴ പെയ്താൽ അപ്പം തന്നെ ഫ്ലഡഡ് ആവുകയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം റവന്യൂ ഡിപ്പാർട്ട്മെന്റും ജലസേചന വകുപ്പും കൂടി ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇത് അടുത്ത വർഷം ഇത് വരാൻ വേണ്ടി കാത്തിരിക്കാതെ, നമ്മളിപ്പോൾ റൂം ഫോർ റിവർ എന്നും പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ നദികളിലെ ഈ മണലടിഞ്ഞിരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യും. അത് നീക്കുമ്പോൾ തന്നെ നമുക്കൊരു 50-60% പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഡാമുകളിലെ മണൽ ഡീസിൽറ്റ് ചെയ്യുമ്പോഴും ഈ പുഴയിലെ മണൽ നീക്കുകയും ചെയ്യുമ്പോഴേക്കും വലിയ വ്യത്യാസം ഉണ്ടാവും.